വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ ബാക്കി ടോപ്പിക്കാണ്. അതായത് തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ജനനം 1706, ഭരണകാലം 1729 മുതൽ 1758 വരെ. ഭരണ തലസ്ഥാനമാണ് പത്മനാഭപുരം അഥവാ കൽക്കുളം. വ്യാപാര തലസ്ഥാനമാണ് മാവേലിക്കര. 1723 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു. അന്ന് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തത്, ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടെടുത്ത് അഥവാ ഭൂ സർവേ ആരംഭിച്ച രാജാവാണ്. ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാന കവിയാണ് കൃഷ്ണശർമ്മ. തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യമായ മറവപ്പട ഏർപ്പെടുത്തിയ രാജാവാണ് ഇദ്ദേഹം. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച രാജാവാണ്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ മാർത്താണ്ഡവർമ്മയുടെ ചരിത്ര വിജയം കൂടിയായിരുന്നു ഇത്. ഇന്ത്യയിൽ യൂറോപ്യൻ ശക്തിയെ ഒരു ഇന്ത്യൻ രാജാവ് നിർണായകമായിട്ട് തോൽപ്പിച്ച ആദ്യ യുദ്ധമായിട്ട് ഇത് അറിയപ്പെടുന്നു. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൻ്റെ വർഷം 1741 ഓഗസ്റ്റ് 10. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച രാജാവാണ്. ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു. മറവപ്പട ഏർപ്പെടുത്തി. ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണശർമ്മ. കണ്ടെടുത്ത് അഥവാ ഭൂ സർവേ ആരംഭിച്ചു. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ 1723 ഒപ്പുവയ്ക്കുന്നു. വ്യാപാര തലസ്ഥാനം മാവേലിക്കരയും ഭരണ തലസ്ഥാനം പത്മനാഭപുരവുമായിരുന്നു. ഭരണ കാലഘട്ടം ചോദിച്ചാൽ 1729 മുതൽ 1758 വരെയാണ്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനായിരുന്നു ആര്? ഡില്ലനോയി. ഡില്ലനോയുടെ സ്മാരകം കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. കായംകുളം കീഴടക്കിയ യുദ്ധം പുറക്കാട് യുദ്ധം. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയായിരുന്നു. ആ ഒരു യുദ്ധമാണ് പുറക്കാട് യുദ്ധം, 1746. മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷമാണ് 1742. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ നടന്നൊരു യുദ്ധമാണ് ആനന്ദേശ്വര യുദ്ധം. വർഷം ചോദിച്ചാൽ 1754. മാവേലിക്കര ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു 1753 ഓഗസ്റ്റ് 15. തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. ഒന്നാം തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മയും രണ്ടാം തൃപ്പടിദാനം ധർമ്മരാജയുമാണ് നടത്തുന്നത്. അപ്പോൾ ഒന്നാം തൃപ്പടിദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ രാജ്യത്തെ പത്മനാഭസ്വാമിക്ക് എന്ത് ചെയ്തു, സമർപ്പിക്കുന്നു. ഈ ഒരു സംഭവമാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. 1750 ജനുവരിയിലാണ് നടത്തിയത്. രണ്ടാം തൃപ്പടിദാനം കാർത്തിക തിരുനാൾ രാമവർമ്മ 1766. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതു. മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചു. രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഉത്സവമാണ് മുറജപം. അപ്പോൾ 6 വർഷത്തിലൊരിക്കലാണ് എന്ത് ചെയ്യുക, മുറജപം നടത്തുന്നത്. ഇതിൻ്റെ ചെറു ചടങ്ങാണ് ഭദ്രദീപം. അതപ്പോൾ വർഷത്തിൽ 2 തവണയാണ് നടത്താറ്. അപ്പോൾ 2 തവണയാണ് ഭദ്രദീപം നടത്തപ്പെടുന്നത്. മുറജപം ഭദ്രദീപമൊക്കെ ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ രണ്ടാം തൃപ്പടിദാനം ആരാണെന്ന് വെച്ചാൽ കാർത്തിക തിരുനാളാണ്. ഒന്നാം തൃപ്പടിദാനമാണ് മാർത്താണ്ഡവർമ്മ 1750 ജനുവരിയിലാണ്. അതുപോലെ മാവേലിക്കര ഉടമ്പടി 1753 ഓഗസ്റ്റ് 15. ആനന്ദേശ്വര യുദ്ധം എന്താണ്? തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ 1754. കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം 1742. കായംകുളം കീഴടക്കിയ പുറക്കാട് യുദ്ധം 1746. കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിൽ ആരുടെ സ്മാരകമാണ്? ഡില്ലനോയുടെ സ്മാരകമാണ്. അദ്ദേഹം എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ, കിഴവൻ രാജാവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തുന്നത്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് ഇദ്ദേഹം. ആട്ടക്കഥകൾ രചിച്ചു. രാജസൂയം ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവാണ്. ധർമ്മരാജയുടെ സമകാലികനായിരുന്ന പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ. ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1762 ധർമ്മരാജയാണ്. ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷമാണ് 1762. മൈസൂർ പടയുടെ ആക്രമണം തടയുവാനായിട്ട് മധ്യ കേരളത്തിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ചു. ഇതര മതങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവാണ്. കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം
കൽത്തൂണുകളോടുകൂടിയ കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് ആരാണ്? ധർമ്മരാജയാണ്. അപ്പോൾ പള്ളിപ്പുറം കോട്ടയും എന്നാണ് കൊടുങ്ങല്ലൂർ കോട്ടയും വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. പോപ്പിൻ്റെ കത്ത് എന്തിനാണ് കിട്ടിയത്? ഇതര മതാനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് പോപ്പിൻ്റെ കത്ത് കിട്ടിയത്. മൈസൂർ പടയുടെ ആക്രമണം തടയാനായിട്ട് നെടുങ്കോട്ട പണി കഴിപ്പിച്ചു. ശുചീന്ദ്രം ഉടമ്പടിയിൽ 1762 ഒപ്പുവെച്ചു. അതുപോലെ ധർമ്മരാജയുടെ സമകാലികനായിരുന്നു ഉണ്ണായി വാര്യർ. അദ്ദേഹം ആട്ടക്കഥകൾ രചിക്കുമായിരുന്നു. രാജസൂയം ആട്ടക്കഥയാണ് ഇദ്ദേഹം രചിച്ചൊരു പ്രമുഖ ആട്ടക്കഥ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചു. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തി. തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. ധർമ്മരാജ, കിഴവൻ രാജാവ് എന്നീ പേരുകൾ അദ്ദേഹം അറിയപ്പെടുന്നു. അടുത്ത ഒരു ഭരണാധികാരിയാണ് ആര്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഏറ്റവും ദുർബലനായ രാജാവാണ് അദ്ദേഹം. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു. മെക്കാളെ പ്രഭു തിരുവിതാംകൂർ പ്രസിഡന്റായി അധികാരമേറ്റ സമയത്ത് തിരുവിതാംകൂറിലെ രാജാവായിരുന്നു. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിട്ട തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. തിരുവിതാംകൂർ നായർ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള 1804. തിരുവിതാംകൂർ പട്ടാള ലഹള 1804. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദിവാനാണ് ആര്? വേലുത്തമ്പി ദളവ. 1765 കന്യാകുമാരിയിലെ കൽക്കുളത്ത് ജനനം. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് പേര്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തുന്നു. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുന്നു. സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. വേമ്പനാട്ടുകായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിവാൻ ആര്? വേലുത്തമ്പി ദളവ. അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കുണ്ടറ വിളംബരം 1809 ജനുവരി 11 പറഞ്ഞു. സഞ്ചരിക്കുന്ന കോടതി, ഹജൂർ കച്ചേരി, പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കുന്നു. അപ്പോൾ നമ്മുടെ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിട്ട തിരുവിതാംകൂർ രാജാവ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദുർബലനായ രാജാവാണ് ആര്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. റാണി ഗൗരി ലക്ഷ്മിഭായ് ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരിയാണ്. തിരുവിതാംകൂർ അടിമക്കച്ചവടം നിരോധിച്ച വർഷം 1812. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തന്നിട്ട് നമുക്ക് കാലഘടനാക്രമത്തിൽ ക്രമീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം നിരോധിച്ച വർഷം 1812. ഏറ്റവും കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ്. ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് പ്രസിഡന്റ് ദിവാനായിട്ടുള്ള കേണൽ മൺറോയെ നിയമിച്ചു. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും നടപ്പിലാക്കി. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചു. കള്ളക്കടത്ത് തടയാനായി ഉചിത സ്ഥാനങ്ങളിൽ ചൗക്കകൾ ഏർപ്പെടുത്തി. പത്മനാഭപുരം, തിരുവനന്തപുരം, മാവേലിക്കര, വൈക്കം, ആലുവ എന്നിവിടങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ചു. ലക്ഷ്മിഭായാണ് ആദ്യത്തെ വനിതാ ഭരണാധികാരി. അടിമക്കച്ചവടം നിരോധിച്ചു. കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ചു. ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് മൺറോയെ നിയമിച്ചു. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കി. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചു. ചൗക്കകൾ ഏർപ്പെടുത്തി. ജില്ലാ കോടതികൾ സ്ഥാപിച്ചു. റാണി ഗൗരി പാർവതിഭായ് തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയാണ്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ചു. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി വിദ്യാഭ്യാസം പാർവതി, അങ്ങനെ ഓർത്താൽ മതി. പ്രൈമറി പാർവതി. 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പ്രഖ്യാപിച്ചു. തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് ആരംഭിച്ചു. സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കി. വേളി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചു. സ്വർണ്ണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചു. തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കി. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കുടങ്ങൾ സ്ഥാപിച്ചു. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരിയായിരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ അച്ചടിശാല സ്ഥാപിച്ചത് 1820 അപ്പോൾ കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ആരാണ് ഭരണാധികാരി? പാർവതിഭായാണ്. കോട്ടയത്തും ആലപ്പുഴയിലും പെൺപള്ളിക്കുടങ്ങൾ ആരംഭിച്ചു. ഇറക്കുമതി കയറ്റുമതി ചുങ്കങ്ങളൊക്കെ നിർത്തലാക്കി.
അടിയറപ്പണം നിർത്തലാക്കി. പാർവതി പുത്തനാറ് പണി കഴിപ്പിച്ചു. ശമ്പളമില്ലാതെ സർക്കാരിൽ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കി. പൊതുമരാമത്ത് ആരംഭിച്ചു. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തതും വിദ്യാഭ്യാസം എന്നത് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് പ്രഖ്യാപിച്ചതും. അതുപോലെ 1816 എന്താ സംഭവിച്ചത്? ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1817. അടുത്തൊരു രാജാവാണ് സ്വാതി തിരുനാൾ. രാജാക്കന്മാരുടെ സംഗീതജ്ഞനും സംഗീതജ്ഞന്റെ രാജാവുമാണ് അദ്ദേഹം. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയാണ്. തിരുവനന്തപുരം ഇംഗ്ലീഷ് സ്കൂള് 1834 ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ് 1834. സംഗീതജ്ഞന്റെ രാജാവും രാജാക്കന്മാരുടെ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് 1836 ആരംഭിച്ചു. അപ്പോൾ സെൻസസ് ഇപ്പോൾ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് 1836 ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിൽ വാനനിരീക്ഷണ കേന്ദ്രം 36 സെൻസസ് 37 വാനനിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ഹജൂർ കച്ചേരി കൊല്ലത്തായിരുന്നു, അതെങ്ങോട്ട് മാറ്റി? തിരുവനന്തപുരത്തേക്ക് മാറ്റി. മോഹിനിയാട്ടം പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ്. ആധുനിക ലിപി വിളംബരം 837. അപ്പോൾ 837 നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു. എന്താണത്? വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് 837. അതുപോലെ തന്നെ ആധുനിക ലിപി വിളംബരം പുറപ്പെടുവിച്ചത് 837 തന്നെയാണ്. അപ്പോൾ സ്വാതിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. ഇംഗ്ലീഷ് സ്കൂൾ 34 ആരംഭിച്ചു. സംഗീതജ്ഞന്റെ രാജാവും രാജാക്കന്മാരുടെ സംഗീതജ്ഞനുമാണ്. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് 34 ആരംഭിച്ചു. തിരുവിതാംകൂറിലെ വാനനിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. മോഹിനിയാട്ടം പ്രോത്സാഹനം നൽകി. ആധുനിക ലിപി വിളംബരം 837. അപ്പം ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും മാത്രമാണ്. പഠിച്ചു വാരി കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ടാണെങ്കിൽ, പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കഥകളിയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ്. നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരുന്ന കാലഘട്ടം അത് തെറ്റാണ്. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എഡിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്, അതൊന്നും നോക്കണ്ട. കഥകളിയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഊഴിയം വേല നിർത്തലാക്കി. ആദ്യ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂറിലെ രാജാവായിരുന്നു. 1859 കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ ഭരണാധികാരിയായിരുന്നു. ആയില്യം തിരുനാൾ രാമവർമ്മ. രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തി. സർക്കാർ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. തിരുവിതാംകൂറിലെ കർഷകരുടെ പുരോഗതിക്ക് വേണ്ടി പണ്ടാരപ്പാട്ട വിളംബരം 1865 പുറപ്പെടുവിച്ചു. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടി ജന്മി കുടിയാൻ വിളംബരം 1867 നടത്തി. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് 1875. അപ്പോൾ ആദ്യ സെൻസസ് 836 ആരായിരുന്നു? സ്വാതിരുനാളായിരുന്നു. ക്രമീകൃത സെൻസസ് ആണ് 1875. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്ത് രാജാവാരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആയില്യം തിരുനാളാണ്. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ വാക്സിനേഷൻ ഏർപ്പെടുത്തിയ കാര്യം പറയാം. സർക്കാർ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. പണ്ടാരപ്പാട്ട വിളംബരം പഠിക്കുക, അത് ചോദിക്കാറുണ്ട്. ജന്മികുടിയാൻ വിളംബരം. തിരുവിതാംകൂറിലെ ക്രമീകൃത സെൻസസ് ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. വിശാഖം തിരുനാളാണ്. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ്. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ചു. നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ചു. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ആര്? ഇദ്ദേഹം. അപ്പോൾ എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശാഖം തിരുനാളാണ്. മരച്ചീനി കൃഷിയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടൊരു മരച്ചീനിയുണ്ട്. ശ്രീ വിശാഖം എന്നാണ് അതിന് നാമം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ശ്രീമൂലം തിരുനാളാണ് അടുത്തത്. മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896, എതിർ മെമ്മോറിയൽ 1891. അപ്പോൾ ഇതൊക്കെ ആരാണ്? ഇതൊക്കെ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. 1886 കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ്? 1886 ശ്രീമൂലം തിരുനാളാണ്.
റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വകുപ്പ് വേർപെടുത്തി. അതൊരു വലിയ കാര്യമാണ്. എന്താ, ദേവസ്വം വകുപ്പ് റവന്യൂ നിന്നും വേർപെടുത്തി. മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് ഒപ്പുവെച്ച സമയത്ത്, അപ്പോൾ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് ആരായിരുന്നു? വിശാഖം തിരുനാളാണ് എങ്കിൽ ഒപ്പുവയ്ക്കുന്ന സമയത്ത് 1886 ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് നമ്മുടെ ശ്രീമൂലം തിരുനാളാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി ആയിരുന്നു കഴ്സൺ പ്രഭു. തിരുവനന്തപുരത്ത് VGT ഹാള്, വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള് പണികഴിപ്പിച്ചു. 1904 തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം ചെങ്കോട്ട ബന്ധിപ്പിക്കുന്ന തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ വരുന്ന അദ്ദേഹത്തിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ഹൈക്കോടതി വന്നു. 1787 തിരുവിതാംകൂറിൽ ആദ്യമായിട്ടൊരു ഹൈക്കോടതി വരുന്നത്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണല്ലേ. എന്നിട്ട് നോക്കാം. ശ്രീമൂലം തിരുനാൾ എന്ത് ചെയ്തു? കണ്ടെടുത്ത് വിളംബരം, എതിർ മെമ്മോറിയൽ, മലയാള മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ. റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപെടുത്തി. മുല്ലപ്പെരിയാർ പാട്ടക്കാർ ഒപ്പുവെച്ചു. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചു. VGT ഹാള് പണിതു. അതുപോലെ ആദ്യത്തെ റെയിൽവേ ലൈൻ തിരുവിതാംകൂറിൽ കൊണ്ടുവന്ന ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഹൈക്കോടതി 1887 ഹൈക്കോടതി വന്നു. റാണി സേതുലക്ഷ്മി ഭായി നോക്കാം. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ദേവദാസി സമ്പ്രദായം 1925 നിർത്തലാക്കി. തിരുവിതാംകൂറിലെ ഗ്രാമപഞ്ചായത്ത് രൂപവൽക്കരിച്ചു. വൈക്കം സത്യാഗ്രഹം നിവേദനം സമർപ്പിച്ചത് ലക്ഷ്മി ഭായ്ക്കാണ്. തിരുവിതാംകൂറിലെ വർത്തമാന പത്ര നിയമം 1926 പാസ്സാക്കുന്നു. ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചു. മരുമക്കത്തായ മാറ്റിയും മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്നു. റാണി സേതുലക്ഷ്മി ഭായെ ഗാന്ധി സന്ദർശിക്കുന്നത് 1925 നമുക്കറിയാം. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ സന്ദർശിച്ചപ്പോൾ നമ്മുടെ റാണി സേതുലക്ഷ്മി ഭായിനെ എന്ത് ചെയ്തു? സന്ദർശിക്കുന്നു. 1925 എന്ത് സംഭവിക്കുന്നു? ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുന്നു. തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്ത് രൂപവൽക്കരിക്കുന്നു. വൈക്കം സത്യാഗ്രഹം നിവേദനം സമർപ്പിച്ചത് ലക്ഷ്മി ഭായ്ക്കാണ്. ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് നിരോധിച്ചു. മൃഗബലി നിരോധിച്ചു. അതുപോലെ മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ചു. അവസാനത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് ചിത്ര തിരുനാൾ. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. കടൽ യാത്ര നടത്തി. പോപ്പിനെ സന്ദർശിച്ചു. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ രാജ്യപ്രമുഖനാണ്. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവാണ്. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തി. മുഹമ്മദ് ഹബീബുള്ള ആദ്യത്തെ മുസ്ലിം ദിവാനായിരുന്നു. മുഹമ്മദ് ഹബീബുള്ള അത് ഇദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്നു. തിരുവനന്തപുരത്ത് റേഡിയോ സ്റ്റേഷൻ, FACT ഫാക്ടറി കൊണ്ടുവന്നു. തിരുവനന്തപുരം വിമാനത്താവളം, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് എന്നിവ കൊണ്ടുവന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രമുഖനായ ദിവാനാരാണ്? CP രാമസ്വാമി അയ്യരാണ്. നമ്മുടെ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ. ചിത്രതിരുനാളുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ നമുക്ക് നോക്കാം. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി, വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. കടൽ യാത്ര നടത്തി. പോപ്പിനെ സന്ദർശിച്ചു. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ രാജപ്രമുഖാണ്. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവാണ്. പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തി. മുഹമ്മദ് ഹബീബുള്ള ഇദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്നു. എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ, FACT വിമാനത്താവളം, സർവകലാശാല, പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസൊക്കെ കൊണ്ടുവന്നു. ഇദ്ദേഹത്തിൻ്റെ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യറാണ്. അപ്പോൾ നമ്മൾ ആനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാൾ വരെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി പഠിക്കാനുള്ളത് സമരങ്ങളും ഐക്യകേരള പ്രസ്ഥാനവും രാഷ്ട്രീയ ചരിത്രവുമാണ്. ഇത് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 8ാം ക്ലാസ്സിലെ പുതിയൊരു ചാപ്റ്ററുണ്ട്. അതായിരിക്കും അടുത്തായിട്ട് ഇടാൻ പോകുന്നത്. ക്ലാസ്സുകൾ കാണുക, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. താങ്ക് യു.